Hi, beautiful hearts. This is Roni and you are watching Ron Sir. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരളത്തിലെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചാണ്. നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റോ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ പഞ്ചായത്തിലും വില്ലേജിനും കയറി ഇറങ്ങി നടക്കണമായിരുന്നു അല്ലേ. അപ്പോൾ അവരുടെ സൗകര്യം നോക്കിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ അവർ പറയും നാളെ വാ, അല്ലെ കുറച്ച് ദിവസം കഴിഞ്ഞ് വാ എന്നുള്ള സ്ഥിരം പല്ലവി നമ്മൾ അവരുടെ മുന്നിൽ കെഞ്ചി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് പലർക്കും ഉണ്ടാകുന്നത്. കാരണം കുറേ ആൾക്കാർക്ക് കറക്റ്റായിട്ടുള്ള നിയമങ്ങൾ നമുക്കറിയത്തുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇവരത് മിസ്യൂസ് ചെയ്യുകയും നമ്മളെ ഇങ്ങനെ നടത്തുകയും ചെയ്യും. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. ഇന്ന് കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. കേരളം പുതിയൊരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറിയിരിക്കുകയാണ്. KSmart എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി കേരളം ഒരു കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസേഷനിലേക്ക് മാറി. ഈ KSmart എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഏതാണ്ട് 800ഓളം സർവീസുകൾ അതിലുണ്ട്. നമ്മുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എല്ലാം കൂടെ ഒരുമിപ്പിച്ചിട്ട് ഉള്ള സർവീസ് ഇതിൽ ഈ KSmart ആപ്പ് ത്രൂ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബർത്ത് സർട്ടിഫിക്കറ്റോ ഡെത്ത് സർട്ടിഫിക്കറ്റോ അല്ലെ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാനോ വിവാഹ സർട്ടിഫിക്കറ്റിനോ എന്ത് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും KSmartനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റും. ഇത് ഈ കേരള ഇൻഫോർമേഷൻ അതോറിറ്റിയാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തത്. അപ്പം നമുക്കിപ്പം ഒരു വിവാഹ സർട്ടിഫിക്കറ്റ്, പണ്ടൊക്കെ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പുകളൊക്കെ നടക്കുമായിരുന്നു അല്ലേ. ഇപ്പോൾ പണ്ടത്തെ ഒരു രീതിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർ അവർ നേരിട്ട് ഹാജരായിട്ട് നേരിട്ട് ഹാജരാകുകയും കൂടെ സാക്ഷികളെയും കൊണ്ട് ഹാജരാവുകയും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടായിരുന്നു കല്യാണം രജിസ്റ്റർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇത് നമ്മുടെ അവിടെ ചെല്ലുമ്പം അതോറിറ്റിയുടെ മുന്നിൽ ഇവർ ഒറിജിനലാണോ ഫേക്കാണോ ഒന്നൊന്നും തെളിയിക്കാനുള്ള അന്ന് അത്ര പ്രോപ്പറായിട്ടുള്ള ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനത്താണ് ഇന്ന് കേരള നമ്മുടെ വീഡിയോ KYC എന്ന് പറയുന്ന ഒരു ഇതിൽ കൂടി ഇപ്പം വധുവും വരനും കൂടി ഒരു KSmartൽ ലോഗിൻ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ വീഡിയോ ഓണാവും. ആ വീഡിയോ ഓണാവുമ്പം KSmart ഒരു സെൻറ്റൻസ് പറയും. അത് നമ്മൾ വായിക്കണം. അത് നമ്മളെ ഈ AI ഒന്നും ഉപയോഗിച്ചല്ല ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക, ഫേക്കായിട്ടല്ലാതെ ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഉള്ള ഒരു ഒതൻറ്റിക്കേഷനാണ്. അത് ചെയ്യുകയും അതുകൂടാതെ അവരുടെ ആധാർ അതിൻ്റെ അകത്ത് കൊടുക്കുകയും ചെയ്യുമ്പം അത് ആധാർ അതോറിറ്റിയുമായിട്ട് കൺഫേം ചെയ്ത് ഡാറ്റാബേസുമായിട്ട് കൺഫേം ചെയ്ത് അത് ഉറപ്പാക്കും. അതുകൂടാതെ സാക്ഷികളുടെ ഇതും ഒതൻറ്റിക്കേറ്റ് ചെയ്യാനായിട്ട് OTP വഴി ഒതൻറ്റിക്കേറ്റ് ചെയ്ത് ഏതാണ്ട് നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ വിവാഹ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിൽ ഉള്ള സിസ്റ്റം ഇന്നായി. വേറെ ഏത് സ്റ്റേറ്റിന് അവകാശപ്പെടാൻ പറ്റും ഇങ്ങനെ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ? അത് നമ്മുടെ സ്റ്റേറ്റിന് മാത്രം അവകാശപ്പെട്ട ഒന്നാണല്ലേ. അതേപോലെ നമുക്ക് നമ്മുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ഇതും നമുക്ക് ഈ KSmartലേക്ക് ലിങ്ക് ചെയ്യാം. നമ്മുടെ ബിൽഡിംഗ് നമ്പർ മുതൽ എല്ലാം ഇതിൽ ആഡ് ചെയ്തിട്ട് ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അത് ഭയങ്കര ഫാസ്റ്റും ട്രാൻസ്പെറൻറ്റുമാണ് ഈ സിസ്റ്റം. പണ്ട് ഉദ്യോഗാർത്ഥികളെ നമ്മൾ നോക്കിയിരിക്കലായിരുന്നു നമ്മുടെ ഫയലൊന്ന് സാങ്ഷൻ ആകാൻ. ഇന്നത് വേണ്ട. ഏതാണ്ട് 1,10,00,000-ഓളം ഉള്ള ഫയലുകളിൽ ഏതാണ്ട് 93 ലക്ഷത്തിൻ്റെ മേലെ ഫയലുകൾ ഇതിനകം KSmart വഴി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫയലുകൾ അപ്രൂവ് ചെയ്തേക്കുന്നത് ഏതാണ്ട് പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഇടയ്ക്കാണ്. കൂടാതെ അവധി ദിവസങ്ങളിലുമാണ് ഈ ഫയലുകൾ കൂടുതലും നോക്കിയിരിക്കുന്നത്.
പിന്നെ ഇതൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഞായറാഴ്ച ദിവസം അവർ ഫ്രീ ആണെങ്കിൽ അവരുടെ മുന്നിൽ അവരുടെ മൊബൈൽ ത്രൂ നമ്മുടെ ഫയലും നമ്മുടെ ആപ്ലിക്കേഷനും എത്തുകയും അത് അവർ അപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി കേരളം മാറിയൊരു മാറ്റം. ബിൽഡിംഗ് പെർമിറ്റ് ആളേലൊക്കെ നമ്മൾ മാസങ്ങളോളം അവിടെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു ഇത് ഏതാണ്ട് 3 സെക്കൻഡുകൾ കൊണ്ടാണ് പിന്നെ 1000-ഓളം വരുന്ന ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് 3 സെക്കൻഡുകൾ കൊണ്ട് പിന്നെ നമ്മുടെ പ്ലാൻ അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 3 സെക്കൻഡ് കൊണ്ടുള്ള ഈ ചട്ടങ്ങളൊക്കെ പാലിച്ചോ എന്നുള്ളത് കറക്റ്റായിട്ട് അത് അനലൈസ് ചെയ്യുകയും നമ്മുടെ പ്ലാൻ അപ്രൂവ് ചെയ്യുകയും ചെയ്യും. ഇനി എന്തെങ്കിലും പ്ലാനിന് പ്രശ്നമുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കറക്റ്റ് അതിൻ്റെ അകത്ത് വ്യക്തമാകും. ഇതിൽ കൂടി ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ കേരളം മാറിയൊരു മാറ്റം. നമ്മൾ പറയും കുറച്ച് വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു മടിയും ഇതൊക്കെ കാരണം പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെയൊക്കെ കുറ്റം പറയുന്ന ഒരു രീതിയായിരുന്നു. ഇന്ന് നമുക്ക് ഇതിൽ കൂടി നമുക്ക് മനസ്സിലാവും പിന്നെ നമുക്കിതിൽ കയറി ലോഗിൻ ചെയ്ത് നോക്കാവുന്ന ആൾ നമ്മുടെ ഫയൽ ആരുടെ ടേബിളിലാണ് ഇപ്പോൾ ഉള്ളത്, അവരത് അപ്രൂവ് ചെയ്തോ, ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താ, എവിടെ ഈ ഫയൽ എത്തി, ഇനി ആരുടെ അപ്രൂവലിന് വേണ്ടിയാണ് വെയിറ്റിങ്, ഇനി നമ്മുടെ ഫയലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്താണെന്നുള്ള കാരണസഹിതം നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നതാണ്. അത്രയും ഒരു അഡ്വാൻസ്മെൻ്റ് ആണ് കേരളത്തിൻ്റെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനിൽ കൂടെ നടന്നത്. നമുക്ക് ബിൽഡിംഗ് പെർമിറ്റും എന്തും പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കുന്നത് എല്ലാ നിമിഷ നേരങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥിതി. നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഏതാണ്ട് 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എത്തി. ഇതൊക്കെ സാധ്യമായി. അതായത് പിന്നെ അതുകൂടാതെ നമ്മുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതിൻ്റെ പേരിൽ ഒരുപാട് ഫേക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞിട്ട് വർഷങ്ങളോളം കഴിഞ്ഞിട്ട് പോലും പെൻഷൻ അവരുടെ പേരിൽ പെൻഷൻ വാങ്ങുന്ന തട്ടിപ്പുകൾ മുതലായ കുറേ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇന്ന് അതൊന്നും നടക്കില്ല. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ വഴി ഖജനാവിലെ ഫണ്ട് അങ്ങനെയൊന്നും കാലിയാവില്ല. ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ കെ-സ്മാർട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ത്രൂ കറക്റ്റായിട്ടുള്ള ഒരു പബ്ലിക് ഗവേണൻസാണ് നമുക്കിപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നും കൂടി ആണ് അല്ലേ. അപ്പം ആരൊക്കെ നമുക്ക് അവരുടെ ഇത് പൊതുജനങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പാകത്തിൽ പിന്നെ നമ്മുടെ മുന്നിൽ ഈ പ്ലാറ്റ്ഫോം ഉണ്ടായതുകൊണ്ട് നമുക്കിത് മനസ്സിലാവും എന്തൊക്കെയാണ് പിന്നെ അവരിത് എന്തെങ്കിലും മടി കാണിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അലസത കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഇതിൽ കൂടി പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായേക്കുന്നത്. കേരളം കണ്ടിട്ടാണ് ഇപ്പോൾ പല അതർ സ്റ്റേറ്റ്സും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഇത്രയും ഡിജിറ്റലി ട്രാൻസ്ഫോം ആയ ഒരു സ്റ്റേറ്റ് വേറെ ഇല്ല.